കോമ്രേഡ്സ്, ഞാൻ പേര് വിളിക്കുന്നവരൊക്കെ വരി വരിയായി എണ്ണീറ്റ് പാർട്ടി സൂക്തങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഈ ഹാളിന് പിന്നിലേക്ക് ഇറങ്ങിപ്പോവുക. ഇടയ്ക്ക് ഒരാൾ എൻ്റെയും പേരുണ്ടോ എന്ന് വിളിയുടെ പിന്നാലെ എണ്ണീറ്റ് നിന്നത് ചോദിക്കുന്ന കാണാം. പേര് വിളിക്കുന്നവരൊക്കെ പുറത്തേക്ക് എന്ന് കർശന ഉത്തരവുടം വന്നു. വിളിക്കപ്പെട്ടവർ ഓരോന്നായി പുറത്തേക്ക്. മിച്ചം വന്ന കോമ്രേഡ്സിനോട് അദ്ദേഹം ചോദിച്ചു, തൽക്കാലം ഇത്രയും പോരെ? മിച്ചം വന്നവർ ഉടൻ തന്നെ പാർട്ടി സൂക്തങ്ങൾക്ക് പകരം സദ്ദാം ഹുസൈൻ നീണാൽ വാഴട്ടെ എന്ന് ആവർത്തിച്ച് ആർപ്പ് വിളിച്ചു. ലിസ്റ്റിൽ പേരില്ല എന്നതിലുള്ള ആശ്വാസവും ആ ആർപ്പ് വിളിയിൽ കാണാം. പേര് വിളിക്കപ്പെട്ടവരെ എല്ലാം കൊന്നു. സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ അധിപനായി ഇറാഖിൽ അമരത്തെത്തിയ സദ്ദാം ഹുസൈൻ പങ്കെടുത്ത സംഭവമാണ് ഈ ചില്ലിംഗ് വീഡിയോ. സോഷ്യലിസ്റ്റ് നേതാവ് പിന്നീട് ഒരു സെക്യുലർ ഭരണമായിരുന്നു. സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതിയ വോക്ക് മരമണ്ടന്മാരെ ഇന്നും കയ്യിലെടുക്കുന്ന സദ്ദാം പിന്നെ ഒരു അധിനിവേശമായിരുന്നു കുവൈറ്റിലേക്ക്. ഖത്തർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെയുള്ള ഒരു റോളിലായിരുന്നു അന്ന് കുവൈറ്റ്. അറാഫത്തിന്റെ ഫത്താ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത് കുവൈറ്റിന്റെ മണ്ണിലായിരുന്നു. അന്ന് സദ്ദാമിൽ നിന്നും കുവൈറ്റിന് പണി കിട്ടിയെങ്കിൽ ഇന്ന് ഖത്തറിന് ഖമേനിയുടെ പണി കിട്ടി എന്നത് പുതിയ ചരിത്രം. അനിവാര്യമായ പരിവർത്തനം സെക്യുലർ സോഷ്യലിസ്റ്റിന് സംഭവിച്ചു. ഇത്തവണ വോക്ക് മണ്ടന്മാരുടെ സ്ഥാനത്ത് മതമണ്ടന്മാരെ കയ്യിലെടുക്കാൻ സദ്ദാം തീരുമാനിച്ചു. ഇസ്ലാമിക് നിയമങ്ങൾ സദ്ദാം പീനൽ കോഡിൽ അങ്ങ് ചേർത്തു. കൈവെട്ടും തലവെട്ടും കെട്ടിടത്തിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലലും എല്ലാം ജൂതനെതിരെയുള്ള ആക്രോശവും പാലസ്തീൻ സ്ലോഗനും കൂട്ടത്തിൽ. ഫെമിനിസ്റ്റ് മനുഷ്യസ്നേഹികളെയും കയ്യിലെടുത്തു. അങ്ങനെ 10-12 വർഷം നീണ്ട ഇസ്ലാമികവൽക്കരണത്തിനൊടുവിൽ അമേരിക്ക എന്ന സാത്താൻ വീണ്ടും സദ്ദാമിനെ മറിച്ചിട്ടു. സദ്ദാം എങ്ങനെയാണോ ഇസ്ലാമികവൽക്കരണം നടത്തിയത് അതാണ് ഐസിസ് ആയി അറബികളുടെ ഇടയിൽ പുനരവതരിച്ചത്. മനുഷ്യസ്നേഹികൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ വോക്ക് വിഭാഗം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ സദ്ദാമിന് ശേഷം ഈ ഐസിസ് എന്നൊന്ന് ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയാം. ആഗോള പിന്തുണ കുറയുമ്പോൾ ചരിത്രം മറ്റൊന്നാകുമായിരുന്നു എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഖൊമേനിയെ ഞാൻ കൊന്നു തരാമെന്ന് ഷാ പഹ്ലവി രാജാവിനോട് സദ്ദാം ഓഫർ കൊടുത്തതായിരുന്നു. രാജാവ് സദ്ദാമിനെ പോലെ ഒരു സോഷ്യൽ ക്രൂരൻ അല്ലാതിരുന്നത് കൊണ്ടാണ് ഖൊമേനി നാട് കടത്തപ്പെട്ട് പാരീസിലെത്തിയത്. ഷാ രാജാവ് ഖൊമേനിയെ പോലെ ഒരു ക്രൂരൻ അല്ലാതിരുന്നത് കൊണ്ടാണ് ഖൊമേനി തിരികെ ഇറാനിലെത്തിയതും ഷാ രാജാവ് നാട്ടിൽ നിന്ന് പോയി. ഷാ രാജാവ് ഖൊമേനിയെ പോലെ നാട്ടുകാരുടെ നേർക്ക് വെടിവെക്കാനും തയ്യാറല്ലായിരുന്നു.